ഒമർ ഖയ്യാം എന്ന കവിയുടെ വിഖ്യാതമായ കൃതിയാണ് റുബായിയത്ത്. ജീവിതം എപ്പോഴും ആനന്ദം നിറഞ്ഞതായിരിക്കണമെന്നും ജീവിക്കുന്നത് ആനന്ദത്തിന് വേണ്ടി ആവണമെന്നും റുബായിയത്ത് ഉദ്ഘോഷിച്ചു. റുബായിയത്ത് പറയുന്നത്, ചിന്താസുന്ദര കാവ്യവും ലഘുതരം ഭോജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പതമുങ്ങി വീഞ്ഞു നിറയും സുസ്പാടിയ കിണ്ണവും കാന്തേയന്നരിയത്തിളം തണലിൽ നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനിഹ സ്വർലോകമാണോമനെ. ഇതായിരുന്നു ഒമർ ഖയ്യാമിന്റെ കാഴ്ചപ്പാട്. ചിന്താസുന്ദര കാവ്യവും മനോഹരമായി ചിന്തയ്ക്ക് ഉദ്ദീപിപ്പിക്കുന്ന മനോഹരമായൊരു കാവ്യം, ലഘുതരം ഭോജ്യങ്ങളും അതോടൊപ്പം തന്നെ ചെറുതായി കഴിക്കാനുള്ള ഭക്ഷണം, പിന്നീടോ ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്പാടിക കിണ്ണവും, അല്പം ലഹരി തരുന്ന മദ്യമോ അത്തരം വസ്തുക്കൾ ഏതെങ്കിലും, കൂടാതെയോ കാന്തേ എന്നരിയത്തിടം തണലിൽ നീ പാടാനുമുണ്ടെങ്കിലും, അതായത് സുന്ദരിയായ ഒരു പെൺകുട്ടി, അത് ഭാര്യയാവാം വേറെ ആരെങ്കിലും ആകാം, അടുത്ത് മനോഹരമായി പാടാനുമുണ്ടെങ്കിൽ ഒരു ജീവിതം സുന്ദരമാണെന്നാണ്. അതായത് ലഘുതരം ഭോജ്യങ്ങൾ, മനോഹരമായ കാവ്യം, അല്പം മദ്യം, കൂടൊരു വെള്ളം, ഇത്രയും വേണം എന്നതായിരുന്നു റുബായിയത്തിലൂടെ ഒമർ ഖയ്യാം തൻ്റെ ആനന്ദവാദത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി നിരത്തിയ വസ്തുതകൾ. എന്തൊക്കെ തന്നെയായാലും മനോഹരമായ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ കവിതയും വളരെ മനോഹരമായിരുന്നു. ഒമർ ഖയ്യാമിൻ്റെ റുബായിയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ്.